സ്വാതന്ത്ര്യം കിട്ടി പുതിയ നയങ്ങളൊക്കെ ആവിഷ്കരിച്ചപ്പോൾ 3.5%. പിന്നെ 80കളിൽ രാജീവ് ഗാന്ധിയുടെയൊക്കെ പരിഷ്കാരങ്ങൾ വന്നപ്പോൾ അത് 5.5%. 91-ആയപ്പോഴോ അന്നുമുള്ള കാലം എടുത്തിട്ടുണ്ടെങ്കിൽ 5.5%, 7%. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുകളിൽ. അപ്പം അത് ശ്രദ്ധിക്കണ്ട. അതിപ്പോൾ എന്തോ ഉണ്ടായ കാര്യമാണെന്ന് ആരും പറയാമെന്ന് വെച്ചാൽ മതി. പക്ഷെ പ്രശ്നം എന്താ? വികസനം എന്ന് പറഞ്ഞാൽ ഈ വളർച്ച മാത്രമല്ല, അതിൻ്റെ നേട്ടം ജനങ്ങൾക്ക് എത്ര കിട്ടുന്നു കൂടി നോക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ത്യയിലെ 10% ജനങ്ങളുടെ കയ്യിലേക്കാണ് 57% വരുമാനവും പോകുന്നത്. ബാക്കി 90% ജനങ്ങൾക്ക് കിട്ടുന്നത് 43%. ഇത് ഇന്ത്യ സർക്കാരിൻ്റെ കണക്കാട്ടാ പറയണേ. ഞാൻ വേറൊന്നുകൂടി പറയാം. ഈ പണക്കാരായ 10% പേരുടെ വരുമാനം ഒന്ന് മാറ്റിയെന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവരുടെ പ്രതിശീർഷ വരുമാനം എടുത്താലേ ഇന്ത്യക്കാരൻ്റെ വരുമാനം 90% ഇന്ത്യക്കാരൻ്റെ വരുമാനം സൊമാലിയേക്കാൾ താഴെ. അപ്പം എങ്ങനെയുണ്ട് വികസനം? നമ്മൾ കേരളത്തെ കളിയാക്കാൻ വേണ്ടി സൊമാലിയ എന്നൊക്കെ വിളിച്ച മാന്യന്മാരുണ്ടല്ലോ, അത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഇത് വികസനമല്ല EMSന്റെ കാഴ്ചപ്പാട്. EMSന്റെ കാഴ്ചപ്പാടിൽ ഉണ്ടാവുന്നതൊക്കെ തുല്യമായിട്ട് ഇപ്പോൾ വീതം വെക്കണമെന്ന് EMS പറഞ്ഞിട്ടില്ല. രാജ്യത്തുണ്ടാകുന്ന വരുമാനത്തിൽ ന്യായമായ പങ്ക് പണിയെടുക്കുന്നവർക്കും സാധാരണക്കാർക്കും കിട്ടും, അല്ലെങ്കിൽ വികസനമല്ല. അപ്പോൾ EMSന്റെ വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പം അങ്ങനെ പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് ന്യായമായ വിഹിതം കിട്ടുന്നൊരു കേരളം, അതിനുവേണ്ടി EMS എന്താ പറഞ്ഞത്? അതിനുവേണ്ടി EMS ഒരു കാര്യപരിപാടി മുന്നോട്ട് വെച്ചു. അത് ഏറ്റവും ഭംഗിയായിട്ട് ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള സ്ഥലവും കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള പുസ്തകത്തിലാണ്. അതിനെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1956 കേരളത്തിന് വേണ്ടിയുള്ള വികസന, ഒരു ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള വികസന പരിപാടി അംഗീകരിച്ചത്. വികസനത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന്, കൃഷിയും വ്യവസായവും ഒക്കെ വളരണം. 2, അത് ന്യായമായ പങ്ക് സാധാരണക്കാർക്ക് കിട്ടണം. ഇത് വ്യക്തമാവുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന വ്യത്യസ്തമായ ഒന്ന് വേണം കേരളത്തിൽ. ഇപ്പം ന്യായമായ പങ്ക് ഉറപ്പുവരുത്താൻ എന്താ EMS പറഞ്ഞ്? അത് 38 വരെ പറയണം. കുടിയായ്മ കമ്മീഷനിലെ ന്യൂനപക്ഷ റിപ്പോർട്ട് EMSൻ്റെത് ഭൂപരിഷ്കരണം. ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ 10% ആളുകളുടെ ജന്മിമാരുടെ കയ്യിൽ 60-65% ഭൂമി ഇരിക്കുന്ന സ്ഥാനത്ത് ആ ഭൂമി പിടിച്ച് ബാക്കിയുള്ള സാധാരണ കൃഷിക്കാർക്ക് മുഴുവൻ നൽകാം. സമ്പത്തിൻ്റെ പുനർവിതരണമാണ്. ഏറ്റവും വലിയ സമ്പത്ത് ഭൂമിയല്ലേ? അത് 10% ആളുകളുടെ കയ്യിലാണ്. അത് മാറ്റി ജനങ്ങൾക്കാകെ സമ്പത്ത് നൽകാം. അതാണ് ഭൂപരിഷ്കരണം. നടപ്പാൻ കുറച്ച് താമസം എടുത്തു. പക്ഷെ നടപ്പാക്കുന്നതിന് പിന്നിൽ കൃഷിക്കാർ സംഘടിപ്പിച്ചതും സമരം ചെയ്തതും ഒക്കെ EMSും EMSന്റെ പാർട്ടിയാണ്. വേറെ ആർക്കും തന്നെ അവകാശപ്പെടാനൊന്നുമില്ല. 57 സർക്കാരുണ്ടായപ്പോൾ ആദ്യം ചെയ്തത്
പക്ഷെ വിമോചന സമരം വന്ന് നിയമം നടപ്പാക്കാൻ പറ്റിയില്ല. പിന്നെ 71 നടപ്പായപ്പോൾ അപ്പോൾ വലിയൊരു അപകടം സംഭവിച്ചു. അപകടം എന്താണെന്നറിയാം? കുടിയാന്മാർക്കൊക്കെ ഭൂമി കൊടുക്കുന്നു. പക്ഷേ പരിധിയുണ്ട്. ഒരാൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിക്ക് ഒരു 15 ഏക്കർ. അതിന് മുകളിൽ വന്ന മിച്ച ഭൂമിയാണ്. അത് ഏറ്റെടുത്തിട്ട് വേണം കർഷക തൊഴിലാളിക്ക് ഭൂമി കൊടുക്കാൻ. അന്ന് കണക്കാക്കിയത് 15 ഏക്കർ വെച്ചതിന് വേണ്ടിയിട്ടാണെന്നറിയാം. അന്ന് കണക്കാക്കിയപ്പോൾ അത്രയും മിച്ചഭൂമി ഉണ്ടെങ്കിൽ കർഷക തൊഴിലാളിക്ക് ഭൂമി കൊടുക്കാം. ജനകീയ ആസൂത്രണത്തെക്കുറിച്ച് ഞാനൊരു പുസ്തകം, അത് സാമാന്യം പ്രസിദ്ധമാണ്, എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പുതിയ പതിപ്പിറക്കിയപ്പോൾ 25ാം വർഷത്തിലൊരു പുതിയ പതിപ്പിറക്കിയപ്പോൾ ഇത് പുതിയ രീതിയിൽ എഴുതണമല്ലോ. അപ്പം നമ്മുടെ പാഞ്ഞാൾ പഞ്ചായത്തിൽ അവിടുത്തെ ജനകീയാസൂത്രണ കാലത്ത് തങ്കമ്മയാണ് പട്ടികജാതിക്കാരി സംവരണത്തിൽ പ്രസിഡന്റ്. ഇപ്പം അവർ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ്. ഞാനിവിടെ കഥ എഴുതി. അതാണ് അതിൻ്റെ ആദ്യത്തെ അധ്യായം. എങ്ങനെ ഇവരൊരു പഞ്ചായത്ത് പ്രസിഡന്റായി. അവർ പറയണത് ഭൂപരിഷ്കരണം എങ്ങനെയാണ് 10 സെന്റ് ഉള്ളെങ്കിൽ അത് കിട്ടിയത്, അതിനുവേണ്ടി നടത്തിയ സമരം, സ്കൂളിന് വേണ്ടി നടത്തിയ സമരം, ആശുപത്രിക്ക് വേണ്ടി നടത്തിയ സമരം. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ പ്രസിഡന്റായിരിക്കണമെന്ന് അവർ പറയുന്നിടത്തുനിന്ന് ആരംഭിക്കും.